അപ്പൊ വസ്തുത അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആദർശം അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോട് വിളിച്ചു തേടിയാലും പ്രാർത്ഥിച്ചാലും ഒന്നും ഉത്തരം ലഭിക്കുകയില്ല. നിങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റവും വരുത്താൻ അവർക്ക് സാധ്യമല്ല എന്ന സൂറത്തു ഇസ്രായിൽ അല്ലാഹു സൂചിപ്പിച്ചു. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. അല്ലാഹുവിനു പുറമെ നിങ്ങൾ ജൽപ്പനം നടത്തുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ക്ഷണിച്ചോ. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തെ നീക്കം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, അതിനു മാറ്റം വരുത്താനും സാധ്യമല്ല എന്നത്. മാറ്റം വരുത്താനും സാധ്യമല്ല. അല്ലാഹു അല്ലാത്ത ഏതൊരു ശക്തിയെ വിളിച്ചു പ്രാർത്ഥിച്ചാലും നമ്മളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ നമ്മളിൽ നിന്ന് ഒരു പ്രയാസത്തെ ദൂരീകരിക്കാനോ അവർക്ക് സാധ്യമല്ല. ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഇതാ വസ്തുത. ഈ വസ്തുതക്ക് വിരുദ്ധമായിട്ടാണ് സക്കരിയാക്കൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആദർശം പിഴച്ചു പോയിട്ടുണ്ട്. ഇനി താൻ പറഞ്ഞതിനെ ന്യായീകരിക്കണമല്ലോ. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഷബാബിന്റെയും അഥവാ ഷബാബിൽ വന്ന ചോദ്യോത്തരം പിന്നീട് പുസ്തകമാക്കിയപ്പോൾ ആ പുസ്തകത്തെയും അതുപോലെ തന്നെ ബഹുമാന്യനായ കെ മുഹമ്മദ് സുല്ലമിയൊക്കെ പഴി ചാരുന്നുണ്ട്. ആ പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി വ്യക്തമായി തന്നെ ഇതേ വാചകം എഴുതിയിട്ടുണ്ട്. അത് ഷബാബിന് വന്നത് പിന്നെ ലേഖനാക്കിയാണ്. അതേ കാര്യം തന്നെ പിന്നീട് നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലും പറഞ്ഞു. അതിലിതാ പറയുന്നു, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ അഭൗതിക മാർഗത്തിലുള്ള തേട്ടമില്ല എന്ന് പറഞ്ഞതും പ്രാർത്ഥനയാണെന്ന് പറയാൻ ഒരേ അർത്ഥാണ്. അപ്പൊ ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ വിജനപ്രദേശത്ത് വെച്ച ഒരാൾ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല, അതിൽ ശിർക്കില്ല എന്ന് ചെറിയമുണ്ടൻ ഷബാബിലെഴുതി. പിന്നീട് യുവതത് തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ബുക്കിലെഴുതി. അതുകൊണ്ടും മതിയാക്കാതെ വീണ്ടും എന്താക്കി, നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ തൗഹീദ് എന്ന ഭാഗത്ത് പിന്നെ എടുത്തു കൊടുത്തു. ഇങ്ങനെ കേരളം മുഴുവൻ അവർ പ്രചരിപ്പിച്ച ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിപ്പിച്ച കാര്യം, അതേ വാചകം ഇസ്ലാഹിൽ വന്നപ്പോൾ എന്തോ ഒരു പുകില്. അപ്പൊ എഴുതുന്നത് ഷബാബിലാണോ അല്ല എഴുതുന്നത് മടവൂരിയാണോ കേന്നമുകാരനാണോ നോക്കിയിട്ടാണോ ഒരു കാര്യം ശിർക്ക തൗഹീദ തീരുമാനിക്കല് തന്നെ? ഇത് ഇരട്ടത്താപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രബുദ്ധ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെ കൂട്ടത്തിലുണ്ടല്ലോ. ഇത്രമാത്രം കുഞ്ഞാടുകളായി അടിമത്തമുള്ളവരായി ഇവരെ അധപ്പതിച്ചല്ലോ എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളൂ. മാത്രല്ല സുഹൃത്തുക്കളെ, ഈ മടവൂരി മാസിക എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനേക്കാൾ വ്യക്തമായിട്ട് കെ മുഹമ്മദ് സുല്ലമി അത്തൗഹീദ് മാസിക 2004 ഏപ്രിൽ എഴുതി കേട്ടോളൂ. ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും. ഇനി കേട്ടോളി, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. നമ്മൾ പറഞ്ഞോ മലക്കുകൾ ഇങ്ങോട്ട് കാണില്ല, അല്ല നമ്മൾ അങ്ങോട്ട് കാണില്ല, നമ്മൾ ഇങ്ങോട്ട് കാണുന്നുണ്ട്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ജിബ്രീലേ മീകായിലേ എന്ന് വിളിച്ച് അന്വേഷിക്കണം, അപ്പൊ രക്ഷക്കെത്തുന്ന്. ആരാ പറഞ്ഞത്? കെ മുഹമ്മദ് സുല്ലമി. തിരുത്തിയോ? ഇത്രയും കാലം തിരുത്തിയോ? 2004 ഏപ്രിൽ എഴുതിയിട്ട്. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? 2 പുസ്തകങ്ങളിൽ നിന്നുള്ളതാണ് വായിച്ചത്. ഒന്ന് അത്തൗഹീദ് എന്ന് പറയുന്ന മാഗസിനിൽ നിന്നുള്ളത്, അതുപോലെ തന്നെ മറ്റൊന്ന് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി, ആ പുസ്തകമാണ്. എന്താണ് ചെറിയമുണ്ടം ഈ പുസ്തകത്തിലും അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലും എഴുതിയിട്ടുള്ളത്? ഇവരെന്താ എഴുതിയത്? നമ്മൾ പറഞ്ഞു വളരെ കൃത്യമായിട്ട്, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്നു നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം അതിലില്ല. ഇവരെഴുതിയതാ ഇസ്ലാഹില് 2007 ഏപ്രിൽ മാസത്തില്. വിജനമായ സ്ഥലത്ത് അകപ്പെട്ടാൽ ജിന്നോ മലക്കോ സഹായിക്കുമെന്ന് കരുതി പടപ്പുകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റില്ല. നമ്മൾ പറയുന്നു കൃത്യമായ ശിർക്കാണത്, വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ചെറിയമുണ്ട് അത് എഴുതിയിട്ടുണ്ടോ?
ചെറിയമുണ്ട് എന്താ എഴുതിയത്? പ്രാർത്ഥന, തൗഹീദ്, അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ രണ്ടും ഒരേ ചോദ്യവും ഉത്തരവുമാണ് നൽകിയിട്ടുള്ളത്. പുസ്തകം 2 പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ 103-ാമത്തെ പേജ്, ഈ പുസ്തകത്തിന്റെ 103-ാമത്തെ പേജ്, ചോദ്യത്തിന് ശേഷം ഉത്തരം നൽകുന്നിടത്ത് പറയുകയാണ്: വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകൾ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലും ഉണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും അനുചരന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. അടുത്ത പാരഗ്രാഫ് കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കഴിവുകളെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളിലും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ വിജനമായ പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാവണമെന്ന് പറയാവതല്ല. എന്താ ചെറിയമുണ്ട് എഴുതിയത്? ഇവരെഴുതിയതും ചെറിയമുണ്ട് എഴുതിയതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചെറിയമുണ്ട വളരെ കൃത്യമായി വിശദീകരിച്ചു. ഇവരെന്താ എഴുതിയത്? ഇവരെഴുതിയത് വിജനമായ സ്ഥലത്ത് അകപ്പെട്ട യാ ഇബാദല്ലാഹ്, ജിന്നോ മലക്കോ എന്നെ സഹായിക്കുമെന്ന് കരുതി അങ്ങനെ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നേരത്തെ ചെറിയമുണ്ടം വിശദീകരിച്ചു. ജിന്നുകൾക്ക് നൽകപ്പെട്ട കഴിവ് ഏതാണ് എന്ന് പരിശുദ്ധ ഖുർആനോ സഹീഹായ ഹദീസോ കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതു കാര്യത്തിലാ കഴിവ് നൽകപ്പെട്ട, ഏത് കാര്യത്തിലാ അവർ ചോദിക്കുക? അങ്ങനെ വല്ല കഴിവും നൽകിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. സുലൈമാൻ അലൈഹിസ്സലാമയുടെ വിഷയം പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ സദസ്സിൽ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന് അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക എന്ന് പറഞ്ഞു. താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഇസ്ലാമിന്റെ ആദർശത. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമാണത്. ആ സൃഷ്ടി തന്നെ വൈബിയായിട്ടുള്ള സൃഷ്ടിയാ. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവൻ ഇങ്ങോട്ട് കാണുന്നു, നമ്മൾക്ക് അവരുടെ അവസ്ഥ അറിയില്ല. ഇതാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ വൈബിയായിട്ടുള്ള സൃഷ്ടിയാണത്. അതുകൊണ്ട് തന്നെ അവനോട് അത്തരത്തിൽ സഹായം ചോദിച്ചാൽ അത് അദൃശ്യമാർഗത്തിലൂടെ കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായം ചോദിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. അങ്ങനെ ചോദിച്ചാൽ തെറ്റില്ല എന്നാണ് ഇവർ ഇസ്ലാമിൽ എഴുതിയത്, പ്രസംഗിച്ചത്. എന്നിട്ടോ അതിനെ ന്യായീകരിക്കാൻ ചെറിയമുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ ചെറിയമുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ഏത് കഴിവാ ജിന്നിന് കൊടുത്തത്? സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളെ ഉപയോഗപ്പെടുത്തി എന്നത് എനിക്കു ശേഷം ആർക്കും നൽകാത്ത മുൽക്ക്, അധികാരം എനിക്ക് നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹിനോട്. ആ പ്രാർത്ഥിച്ച സമയത്ത് അള്ള കൊടുത്തത് ആ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൽ മുങ്ങൽ വിദഗ്ധരുണ്ടായിരുന്നു, ബിൽഡിംഗ് എടുക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട വേറെ ആളുകൾ ഉണ്ടായിരുന്നു. സൂറത്ത് സ്വാദിലെ 41 മുതലുള്ള വചനത്തിൽ വിശദീകരിച്ചതാണത്. ഇതാ വസ്തുത. ഞാൻ ചോദിക്കട്ടെ,
ചെറിയ മുണ്ട ഈ എഴുതിയുടെ അടിസ്ഥാനത്തിൽ ഇവര് ജിന്നിന് ബിൽഡിംഗ് എടുക്കാൻ കഴിവ് കൊടുത്തു പറഞ്ഞിട്ട് സക്കരിയാന്റെ വീട് പണിക്ക് ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിന്നിനെ വിളിച്ചു.